മഞ്ജുതരക്കുങ്കുമക്കേളി സന്തതം പരമാമ്യഹം വന്നിടും ജഗത്തിനൊളിയായി സർവാധികാരരൂപിണി ശ്രീയാരിക്കരയിൽ അമരുമംബികേ നിത്യവും തൊഴുന്ന ഞങ്ങളിൽ എന്നും നിറയും ജ്ഞാനമായി എന്നും നിറയും ജ്ഞാനമായി. മലയാളക്കരവാഴുമമ്മേ നിൻ തിരുമുൻപിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. മലയാളക്കരവാഴുമമ്മേ നിൻ തിരുമുൻപിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. അണിനെറ്റി കുങ്കുമവും വരനെറ്റി ചന്ദനവും മണിക്കോവിൽ ഉണരുന്ന നറുഗന്ധവും മലയാളക്കരവാഴും അമ്മേ നിൻ തിരുമുൻപിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. ഉടവാളിനൊളി കൊണ്ട വരരൂപമിന്നെൻ്റെ നടവാതിലൊളി കാത്തു മിഴിച്ചിമ്മുന്നു. ഉടവാളിനൊളി കൊണ്ട വരരൂപമിന്നെൻ്റെ നടവാതിലൊളി കാത്തു മിഴിച്ചിമ്മുന്നു. അമ്മ മാലയമായി വരും തീരത്ത് ഞങ്ങൾക്ക് ഈറന്നിലാവിൻ്റെ തണലാകുന്നു. അമ്മ ആരക്കരയ്ക്കെന്നും തണലാകുന്നു. മലയാളക്കരവാഴും അമ്മേ നിൻ തിരുമുൻപിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. നറുനെറ്റിയിൽ തീർത്ത പരമഞ്ഞളിൻ ഗന്ധ മുതിരുന്ന നറുതീർത്ഥം കുളിരാകുമ്പോൾ. നറുനെറ്റിയിൽ തീർത്ത പരമഞ്ഞളിൻ ഗന്ധ മുതിരുന്ന നറുതീർത്ഥം കുളിരാകുമ്പോൾ. അമ്മ മഞ്ചാടി മലരിൻ്റെ മാണിക്യമായി വന്നു വേദാന്ത സാരത്തിൻ ശ്രുതിയാകുന്നു.
അമ്മ ആര്യക്കരയ്ക്കെന്നും ലയമാകുന്നു. മലയാളക്കരവാഴും അമ്മേ നിൻ തിരുമുമ്പിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. മലയാളക്കരവാഴും അമ്മേ നിൻ തിരുമുൻപിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. അണിനെറ്റി കുങ്കുമവും വരനെറ്റി ചന്ദനവും മണിക്കോവിലുണരുന്ന നറുഗന്ധവും മലയാളക്കരവാഴും അമ്മേ നിൻ തിരുമുൻപിൽ നടപ്പൂകി തൊഴുകയ്യാലെത്തിയിടുന്നു. നിന്നിലസ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ, ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം, വാഴണം വാഴണം സുഖം, വാഴണം വാഴണം സുഖം. രാമവലി ഘടകം പെരുങ്കളിയാട്ട സംഘാടക സമിതിക്കുണ്ടാകുന്ന ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. നമ്മുടെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ പെരുങ്കളിയാട്ടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിജയത്തിനുമായി ഈ ആചാര സ്ഥാനിക ശ്രേഷ്ഠന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണമെന്ന് ആദ്യമായി തന്നെ ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അഭ്യർത്ഥിക്കുകയും ഇന്നിവിടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത് ശ്രീ കലിയന്തിൽ പത്മനാഭപുത്രമാണ്. നമ്മുടെ കഴകത്തിൻ്റെ കോയ്മയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ചെയർമാൻ ശ്രീ KV സുരേന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ വിശിഷ്ടാതിഥികളായി നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റേ വിശിഷ്ടാതിഥികളെ എത്തിച്ചേർന്നത് മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗണേശൻ അരമങ്ങാനമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആരാധ്യരായ
സ്ഥാനിക ശ്രേഷ്ഠന്മാരെ ഈ പരിപാടിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ശിവരാത്രിയുടെ ഈ പുണ്യദിനത്തിൽ എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കഴകം പ്രസിഡന്റ് ശ്രീ വി രാഘവ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സമാരാധ്യരായ ഗുരുജനങ്ങൾ, വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചേർന്ന വിശിഷ്യ ആചാര സ്ഥാനികരെ, സമുദായക്കാരെ, കൂട്ടായിക്കാരെ, അതുപോലെ ക്ഷേത്ര ഭാരവാഹികളെ എല്ലാവർക്കും രാമവല്യം കഴകത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രത്തിലെ ദേവതകളെ, ദേവന്മാരെ പൂജിക്കാൻ വേണ്ടി സർവവും ത്യജിച്ച് പ്രവർത്തിച്ചു വരുന്നവർ ആരാധ്യരാണ്. അവരെയാണ് ഈ സമൂഹം ബഹുമാനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ആചാര സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയും വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടിയും നിങ്ങളുടെയെല്ലാം മനസ്സറിഞ്ഞ പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് ഞാൻ വിനയപുരസരം അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, നീണ്ട 25 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് രാമവല്യം കഴകം വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ ആര്യക്കര ഭഗവതിയുടെയും വടക്കത്തി ഭഗവതിയുടെയും തിരുമുടി വരുന്നത് കാണാൻ വേണ്ടി നെഞ്ചിടിപ്പോട് കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് ആത്മശക്തിയും ധൈര്യവും പകരാൻ ഈ മഹാസംഭവം സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും രാമവല്യം കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടം ഉത്തരമലബാറിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു മഹാസംഭവമായി മാറ്റണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന കമ്മിറ്റികൾ, പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ 5 മുണ്ടികൾ ചേർന്ന് കൃഷി ചെയ്തുണ്ടാക്കിയ വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ അന്നദാനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, ശ്രീരാമവല്യം കഴകം പെരുങ്കളിയാട്ടം മറ്റുള്ള പെരുങ്കളിയാട്ടങ്ങളിൽ നിന്നെല്ലാം ഈ ഭിന്നമായി ഒരു സവിശേഷമായ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംഭവമായി മാറ്റണം. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായേ മതിയാവുള്ളൂ. ഈ വരുന്ന 27-ാം തീയതി മുതൽ കീഴട ക്ഷേത്രങ്ങളിൽ നിന്ന് അവർ കൃഷി ചെയ്തുണ്ടാക്കിയ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള കലവറ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. അവധൂതാശ്രമം സ്വാമിജി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെ സ്നേഹോപഹാരങ്ങളോടുകൂടി ക്ഷണിക്കുകയാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം.
വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവരാത്രി ദിവസത്തിലെ ഈ പുണ്യമുഹൂർത്തത്തിൽ രാമവല്യം കഴകം കളിയാട്ടത്തോടനുബന്ധിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആചാര്യസ്ഥാനികരുടെ സംഗമത്തിൻ്റെ ധന്യമായ വേദിയിൽ അധ്യക്ഷനായ രാഘവൻ മാസ്റ്റർ, നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ പരമപുരുഷാർത്ഥമായ മോക്ഷവൃത്തിയിലെ 4ാമത്തെ ആശ്രമത്തിലെ സന്യാസവൃത്തിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവത് അനുഗ്രഹത്തിന് എല്ലാവരും പാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ധന്യമാണ് ഈ ദിവസം തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വീണ്ടും വീണ്ടും ഞാനേറെ ധന്യനാണ് എന്ന് പറയട്ടെ. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ പ്രധാനപ്പെട്ട കഴകങ്ങളിലൊന്നാണ് രാമവല്യം കഴകം. അതിൻ്റെ നടത്തിപ്പുകാരും അതിൻ്റെ ആത്മാവായി വർത്തിക്കുന്ന ആചാര്യന്മാരുടെ മുമ്പിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. എങ്കിലും ഈ രാമവല്യം കഴകത്തെ കൂടാതെ തന്നെ എഴുമല, കുറവന്തട്ട കഴകം, അതുപോലെ തുരുത്തി നീലമംഗലത്ത് കഴകം, അതുപോലെ പാലക്കുന്ന് കഴകം, 4 തറ ചേരുമ്പോഴാണ് ഒരു നാൽപ്പാട് എന്നൊക്കെയാണ് പറയുക ആചാര്യന്മാരത്. അതെ, നാൽപ്പാടെന്നാണ് പറയുന്നത്. അവിടെ 4 നാൽപ്പാട് ചേരുമ്പോഴാണ് ഒരു കഴകമാകുന്നത്. അതുപോലെ 4 കഴകം ചേരുമ്പോൾ ഒരു പെരുങ്കഴകമായി. അപ്പോൾ വാസ്തവത്തിൽ ഇത് വളരെ അടുക്കും ചിട്ടയോടുകൂടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശിഷ്യ പ്രത്യേകിച്ച് തീയ സമുദായത്തിലെ സമാജത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗം വളരെ അടുക്കും ചിട്ടയോടുകൂടി ആചാര അനുഷ്ഠാനത്തോടും കൂടി അവരുടെ ആ പരദേവതയെ പരമ്പരയ ഭക്തി ആദരപൂർവം നിയമവ്യവസ്ഥയോടുകൂടി തന്നെ സമാജത്തിൽ വളരെ ശ്രേഷ്ഠമായ നിലയിൽ ആചരിച്ചു വന്നു എന്നുള്ളത് പറയാനാണ് അത്രയും പറഞ്ഞു പോയത്. സനാതന ധർമ്മത്തിൻ്റെ എന്നും നിലനിൽക്കുന്ന ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ജഗത്തിന്റെ ഋഷിയുടെ അമ്മയാണ് ഋഷി. ആ ജമദഗ്നിക്ക് കിട്ടുന്നത് ജമദഗ്നിയിൽ നിന്നാണ് പരശുരാമനെ കിട്ടുന്നത്. അങ്ങനെ ആ പരശുരാമനാണ് ഈ വില്ല് ഈ പറയുന്ന ഈ പുണ്യദേശത്ത് വെച്ചതായിട്ടുള്ള ഐതിഹ്യം. അപ്പോ അതിനു മുമ്പ് മറ്റൊരു പ്രാരംഭം അതിലേക്കൊന്നും പറഞ്ഞ് പത്മപുരാണത്തിലും തിരുപുരാണത്തിലും പറഞ്ഞ് വിസ്തരിക്കുന്നില്ല. ഈ വയനാട്ടുകുലവന്റെ സ്ഥലം നാട്ടിലെല്ലാം പ്രചരിക്കുന്ന വ്യത്യസ്ത കഥകളുണ്ട്. ശിവന്
ആ കേരവൃക്ഷത്തിൽ നിന്ന് മധുപാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേവി തന്നെ അതിൻ്റെ മുകളിലേക്ക് വച്ചു എന്ന് അവിടുന്ന് ഈ ആ അകക്കാഴ്ച, ഈ അന്തർമുഖത്തിൽ സമാരാധിക്കുന്ന ബഹിർമുഖത്തിൽ ദുർലഭമായ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്നാണ് ദേവിയെ വർണ്ണിക്കുക. അത് തൻ്റെ നിയന്ത്രണത്തിലല്ല, അനിയന്ത്രിതമായ ഏതൊരു ധർമ്മവ്യവസ്ഥയുടെ സനാതനമായ നിത്യമായ ശാശ്വതമായ എല്ലാ കൃത്യതയോടെ നിയന്ത്രിക്കുന്ന ഏതൊരു ഭഗവത് ചൈതന്യത്തിൻ്റെ ഭാഗമായി താനും അതും അഭേദമായ രണ്ടല്ലാത്തതായ വിശേഷത്തിലേക്ക് ഒരു അച്ഛൻ, ഒരു സ്ഥാനികൻ, അല്ലെങ്കിൽ ഒരു വെളിച്ചപ്പാട്, അല്ലെങ്കിൽ ഒരു അന്ത്യത്തിരിയൻ, ഏത് പേരിൽ വിളിച്ചാലും ആ മഹത്തായ ഈശ്വര ചൈതന്യം അവരിലേക്ക് ഋക്കായിട്ട് ബ്രഹ്മരന്ധ്രത്തിൽ കൂടി, അതാണ് ഋഷി ഛന്ദസ് ദേവത എന്നാണ്. പരമമായ സത്യം തന്നിലേക്ക് ഇറങ്ങുകയാണ്. ആ തപസ്സിൻ്റെ തലത്തിൽ സാധാരണ ജാഗ്രത അവസ്ഥയെ ഉല്ലംഘിച്ചുകൊണ്ട് ആ ബോധവികാസത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് ആ കൊലധാരിയായാലും ആ അതിഥിര്യനായാലും പ്രവേശിക്കുന്നത്. പറഞ്ഞു വന്നത്, ക്ഷാത്രവീര്യത്തിൽ നിന്ന് നേരിട്ട് എങ്ങനെ ഇത് പ്രവേശിക്കാൻ പറ്റും എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടാകും. കാരണം സാധാരണ മനുഷ്യന് തമോ ഗുണവും രജോ ഗുണവും അതിലുപരി സത്വഗുണവും ഗുണാതീതനും നിർഗുണനുമൊക്കെയായി തീവ്ര മുമുക്ഷുവായി മോക്ഷം മാത്രം മതിയെന്ന തീവ്ര അഭിനിവേശത്തിൽ സാധന ചെയ്ത് കുടീജകനോ ബഹൂതകനോ ആയ ആധ്യാത്മിക വൃത്തി സ്വീകരിച്ച് ഒരുപക്ഷെ പരിപ്രാജകനായി ഹംസനോ ഓരോ ശ്വാസം പോലും ഈശ്വരാനുഭൂതിയാക്കി മാറ്റുന്ന ഹംസനോ പരംഹംസനോ തുല്യനോ തുര്യാതീതനോ അവധൂതനോ ആയി മാറുന്ന ഒരു മനുഷ്യന്റെ ഉയർന്ന ബോധവികാസത്തിൽ അറിയുന്ന അനുഭവിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന, അല്ലെങ്കിൽ ആ പരമായ തത്വം തന്നെ നീയാണ് എന്നറിയുന്ന തലത്തിലേക്ക് ഉയരെത്തുന്ന ഒരു ആന്തരിക വൃത്തിയുടെ പ്രയാണത്തിന് പകരം ഇവിടെ എല്ലാം ഭഗവാനാണെന്ന് കരുതി ഒരു ഭക്തൻ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ഈ വേദിയെ ധന്യമാക്കിയ, ഈ പുണ്യഭൂമിയെ ധന്യമാക്കിയ അവരോടും നമുക്ക് കൃതജ്ഞത സ്മരിക്കേണ്ടതുണ്ട്. 1949 അതിനു മുമ്പേ തന്നെ ഇവിടെ മഹാകളിയാട്ടമൊക്കെ നടക്കുന്നത്. ഈ കളിയാട്ടങ്ങളൊക്കെ തന്നെ സമാജത്തിൻ്റെ, സമൂഹത്തിലെ ഏതൊരു കുടുംബത്തെയും ഭഗവാനിൽ സമ്പൂർണ്ണ ശരണാഗതി അടയുന്ന ഒരു ഭക്തനായി നിന്നുകൊണ്ട് നമുക്കേവർക്കും എല്ലാ ദൈവീ സങ്കല്പങ്ങളുടെയും അനുഗ്രഹമുണ്ടാകട്ടെ. നമ്മുടെ എല്ലാം അർത്ഥകാമങ്ങൾ പൂർണ്ണമാവട്ടെ. പരമപുരുഷാർത്ഥമായ കൈവല്യത്തിന് എല്ലാവരും പാത്രീഭൂതരാകട്ടെ. ഓം തത്സത്, ഓം തത്സത്. പെരുകളിയാട്ടത്തിന് സമാരംഭം കുറിക്കുന്നു. ഏകദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1 വർഷത്തിലേറെ ആയി ഈ പെരുകളിയാട്ടത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിലാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ. 24 ഡിസംബർ വരെ മാസങ്ങളിലത്തെ ഈ പറഞ്ഞ ആചാരസ്ഥാനികൾക്കൊക്കെ നൽകി വരുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും ഇതിൽ എത്താൻ വൈകിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മസ്റ്ററിങ് നടക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല ആളുകൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ആ വരാൻ പറ്റാത്തവർ മതിയായ രേഖകളടക്കം സമർപ്പിച്ചിട്ട് നീലേശ്വരത്തിലും മന്നപ്പുറത്ത് കാവിൻ്റെ അടുത്തുള്ള ഓഫീസിൽ ചെന്നാൽ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മലബാർ ദേവസ്വം എന്ന നിലക്ക് ആചാരസ്ഥാനികരെ നല്ല രീതിയിൽ തന്നെ പരിഗണിച്ച് വരുന്നുണ്ട്. ഈ ആചാര സംഗമത്തിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ചേരാനും ഉള്ള ഒരു സൗകര്യം പോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ച ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവരുടെ പ്രസാദമായി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകണമെന്നായിരിക്കും അച്ഛന്മാർക്കൊക്കെ മനസ്സിലുള്ളത്. അതുകൊണ്ട് കുറേ നീട്ടിക്കൊണ്ടുപോയി പ്രസംഗം കേൾക്കാൻ ആർക്കും ഇപ്പോൾ താല്പര്യമുണ്ടാവില്ല എന്നറിയാം. പെരുമ്പയാട്ടം നടക്കുന്ന ശ്രീ രാമവല്യം കഴകത്തിൻ്റെ ഇതുപോലുള്ളൊരു മഹത്തായ ആചാര സ്ഥാനിക സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിയോടും ക്ഷേത്ര സമിതിയോടും ഏറെ കടപ്പാടും നന്ദിയും പറയുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കപ്പെടുന്ന ആചാര സ്ഥാനികന്മാരെ ഒന്നുകൂടി സ്മരിക്കുക എന്നൊരു ഉദാത്തമായ ഉദാഹരണമാണ് ഈ ആചാര സംഗമം. വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും അവരോടൊപ്പം വന്നിട്ടുണ്ടാകാം. ഇവിടുത്തെ ഏരിയ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ 2006 585 രൂപയിൽ നിന്ന് ആരംഭിച്ച് ഘട്ടം ഘട്ടമായി അതിപ്പോൾ 1600 രൂപയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ദേവസ്വം ബോർഡ് മലബാറിലെ ആരെയും ശ്രദ്ധിക്കാൻ തയ്യാറാകാത്ത ഒരു സംഭവ വികാസമാണ് മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ മാസവേതനം 2000 രൂപയെ വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചു പോയതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ദൗർഭാഗ്യമെന്ന് പറയേണ്ട അദ്ദേഹം MLA മന്ത്രിയും രാജിവെച്ച അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കുകയും MP ആകുകയും ചെയ്തു. പിന്നെ രണ്ടാമത് വന്ന വയനാട്ടിലെ ശ്രീ കേവു എന്ന MLA അദ്ദേഹം മന്ത്രിയാവുകയും അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ കൂടിയാണ് നമുക്ക് പറഞ്ഞ വാങ്ങുകളൊന്നും മലബാർ ദേവസ്വം ബോർഡിൽ പാലിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇപ്പോഴും ഉണ്ട്. 300 ചില അപേക്ഷകരുടെ വെറുതെ കൊടുക്കുകയാണ്. ഒരു 2016 ശേഷം പുതിയ അപേക്ഷകൾ സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് സമരങ്ങൾ വെച്ചു. സമരങ്ങൾ വെക്കുമ്പോൾ സമരം മാറ്റിവെക്കാൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്നും കമ്മീഷണർ ഓഫീസിൽ നിന്നും നമുക്ക് കത്തുവരികയും നിങ്ങളെ പോലുള്ള ആചാര സ്ഥാനികന്മാർ അർത്ഥനഗ്നരായി തെരുവിൽ വിളിച്ചിറക്കി ഇതിന്റെ ആവശ്യപ്പെടേണ്ട എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുന്നത് കൊണ്ടാണ് സമരമുഖത്തേക്ക് പോകാതിരുന്നത്. ഈ ആചാര്യ സംഗമത്തിന് എല്ലാവിധ ആശംസ നേരുന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്ഥാനികർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കഴകം പ്രസിഡന്റ് ശ്രീ രാഘവൻ മാസ്റ്റർ, സ്വാമിജി ഉൾപ്പെടെ സ്റ്റേജിൽ ഉപേക്ഷരായ ആരാധ്യരായ വ്യക്തികളെ, ജീവിത അന്ത്യം വരെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ കർമ്മികളായി പ്രവർത്തിക്കാൻ, നിസ്വാർത്ഥ സേവനം നടത്താൻ ആയി കർമ്മം ഏറ്റെടുത്തിട്ടുള്ള ആരാധ്യരായ സ്ഥാനികന്മാരെ, ഇങ്ങനെ ഒരു വലിയൊരു പരിപാടി, ഏറ്റവും പുണ്യകരമായ ഒരു പരിപാടിയാണ് കഴകം ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെയും മുഴുവൻ ക്ഷേത്ര കമ്മിറ്റികളെയും എൻ്റെ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ ആരാധ്യരായ സ്ഥാനികർക്ക് കൂടുതൽ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് മതിയാക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ കഴകം പ്രസിഡന്റ് രാഘവൻ മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള ഭക്തജനങ്ങളെ, ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഈ പരിപാടിക്ക് സർവവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അധ്യക്ഷൻ VV രാഘവൻ മാസ്റ്റർ അവർക്ക് സ്വാഗതം പറഞ്ഞ T ഗംഗാധരൻ അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്വാമിജി ശ്രീ വിനോദ്ജി അവർകളെയും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. വിശിഷ്ടാതിഥികളായ ശ്രീ രാജൻ പെരിയ, ശ്രീ ഗണേശൻ അരമങ്ങാനം എന്നിവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സംഗമത്തിൽ സാന്നിധ്യം വഹിച്ച കഴകം സമുദായിമാർക്കും
മറ്റുള്ളവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ആശംസാ പ്രസംഗം നടത്തിയ AV പത്മനാഭൻ, KV മുകുന്ദൻ, KV കുമാരൻ എന്നിവരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വിശിഷ്ടാതിഥികളായ രാജംപെരിയ, ഗണേശൻ അരമങ്ങാനം എന്നിവർക്കും ഈ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ക്ഷേത്രം കോയ്മ ശ്രീ കലിയാന്തിൽ പത്മനാഭ പൊതുവാൾ ഇവരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യാതിഥി KV സുരേന്ദ്രൻ, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ, അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ സ്ഥാനികന്മാർക്കും മറ്റുള്ളവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. വാണി ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ത്രിജഗദാം നാഥേ വിരിഞ്ച പ്രിയേ ദോഷമശേഷമാശു കളവാനൻ നാവിലാ